സെൽഫ് അടക്കമുള്ള സാധനങ്ങൾ, അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഈ മുറിക്കകത്താണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മൾ നേരെ കയറുന്നത് MLA ഓഫീസിലേക്കാണ്. ഈ ഡോർ വഴിയാണ് അകത്തേക്ക് എത്തേണ്ടത്. ഇത് റിസപ്ഷൻ സൗകര്യമാണ്. തിരുവനന്തപുരത്തെ സഖാക്കളെല്ലാം കൂട്ടത്തോടെ കുത്തിയിരുന്ന് ആര്യ രാജേന്ദ്രനെ സ്മരിക്കുകയാണിപ്പോൾ. ഇതുവരെ ഉള്ളം കൈയിലിട്ട മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAയ്ക്കും നോട്ടീസ് അയച്ച തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ. നമസ്കാരം. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് BJP മുന്നേറുമ്പോൾ CPMനെ ചങ്കിടിക്കുകയാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു ഭരണനഷ്ടം ഉണ്ടാവുമെന്ന്. നമസ്കാരം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇക്കൊല്ലത്തെ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരസഭയെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. കാരണം ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാൻ ഭക്തജനങ്ങളായ സ്ത്രീകളെക്കാൾ ഉത്സാഹത്തോടെ കാത്തിരുന്നത് തിരുവനന്തപുരം നഗരസഭ. എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയാണ് നടക്കുന്നത്? നമ്മുടെ യദു എന്ന് പറയുന്ന ബസ് ഡ്രൈവർ രാജേഷ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ മേയറിന്റെ ഡ്രൈവറായി മാറും എന്നുള്ളൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. നമുക്ക് അതിലോട്ടൊക്കെ വരാം. എന്റെ ഒരു ആഗ്രഹം പറയുകയാണെങ്കിൽ യദു അടുത്ത ഇലക്ഷനിൽ പറ്റുവാണെങ്കിൽ ഒന്ന് നിന്ന് മത്സരിക്കണം. ജയിക്കൂല്ലെന്ന് നോക്കാമല്ലോ. കാരണം ഒരുപാട് അനുഭവിച്ചു ആ വ്യക്തി. ചെയ്യാത്ത കുറ്റത്തിന് നാട്ടുകാരുടെ തള്ളക്കിളി അടക്കം കിട്ടി. മേയറിന്റെയൊക്കെ അധികാരവും പണത്തിന്റെ കുന്തളിപ്പും ഒരു പാവപ്പെട്ടവന്റെ നെഞ്ചത്ത് ഇടിച്ചേൽപ്പിച്ചതിന്റെ ഒരു ഭവിഷ്യത്ത്. കർമ്മ എന്ന് പറയുന്ന സമയം അല്ല, സാധനം. ഇന്നല്ലെങ്കിൽ നാളെ സമയം തെളിയുമ്പോൾ നമുക്ക് പണി അങ്ങോട്ട് അപരാധത്തിനോ അങ്ങോട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിഞ്ഞ് ഇങ്ങോട്ട് കിട്ടിക്കൊത്തി വാങ്ങിയിട്ട് തന്നെ പോകത്തുള്ളൂ. അത് തന്നെയാണ് ഇവിടെ യദുവിന്റെ കേസിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. യദു എന്ന് പറയുന്ന വ്യക്തി നിരപരാധിയാണെന്ന് കാലം തെളിയിച്ചു. കാലം തെളിയിക്കാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇവിടെ മേയറിന്റെ ഹസ്ബൻഡും കൂടി, മുൻ മേയറിന്റെ ഹസ്ബൻഡും കൂടി ചെയ്തു കൂട്ടിയതെല്ലാം ജനങ്ങൾ അറിഞ്ഞു. ജനങ്ങൾ വിധി എഴുതി. അയ്യോ, പാർക്കിങ്ങിലാണ് ഞാൻ പാർക്ക് ചെയ്തിട്ട് ഞാൻ പോയി സംസാരിച്ചത്, മറ്റേ വട്ടം വച്ചിട്ട് അവിടെ തന്നെ പൊളിഞ്ഞു കാണിക്കുന്ന ഉടായ്പകളെല്ലാം. ഇതൊന്നുമല്ല, ഇനി ഇതിന്റെ അപ്പുറം കാര്യങ്ങൾ കാട്ടിക്കൂട്ടിയിട്ടുണ്ട്. അതെല്ലാം ഓരോന്നും പൊളിച്ചടിക്കിട്ട് ഞാൻ പോകത്തുള്ളൂ. അതുപോലെ ഈ മുൻ മേയറിന്റെ ഭർത്താവായിട്ടുള്ള സച്ചിൻ ദേവ് എന്ന് പറയുന്ന വ്യക്തി അടുത്ത ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് തോൽക്കണം എന്ന ആഗ്രഹമുള്ളവർ ഉറപ്പായിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കണം കേട്ടോ, ഉറപ്പായിട്ട്. അല്ലാത്തൊരു ഡിസ്ലൈക്ക് അടിച്ചോ. അല്ല, ഈ വ്യക്തി ഇനി തോൽക്കണം, ഒരു വോട്ട് പോലും കിട്ടി ജയിക്കാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്നവർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് അടിച്ച് വീഡിയോ ഒന്ന് പ്രോത്സാഹിപ്പിച്ചേക്ക്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതിന് കൂട്ടത്ത് ജസ്റ്റിസ് ഫോർ യദു എന്ന് പറയുന്ന ഒരു ഹാഷ്ടാഗ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ആ യദു എന്ന് പറയുന്ന പയ്യന് കോടതിയിൽ നിന്നും നീതി ലഭിക്കുന്നതിനോടൊപ്പം ജനങ്ങളുടെ മുന്നിലും ജനങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുകൂടി നമ്മൾ പ്രതിഷേധത്തിലൂടെ അറിയിക്കുക തന്നെ വേണം. സാധാരണക്കാരായ ജനങ്ങളായ നമ്മൾ ഇവിടെ നിന്ന് അധികാരത്തിൽ ഇരിക്കുന്ന ആൾക്കാരെ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിടും. എന്നാൽ അധികാരത്തിൽ കയറി ഇരുന്നും കൊണ്ട് ജനങ്ങൾക്ക് തന്നെ തിരിച്ചു കൊത്തുന്ന പാമ്പുകളായി മാറുകയാണ് അധികാരികൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികാരങ്ങൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ കുന്തളിപ്പും പണത്തിന്റെ ഉങ്കും അധികാരത്തിന്റെ ആൾബലത്തിന്റെ ഒരു സാധനം സാധാരണക്കാരായ ജനങ്ങളുടെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് പതിപ്പിക്കും. സാധാരണക്കാരായ ജനങ്ങളാണ് ഈ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചതെന്നുള്ള ഒരു ബോധം പോലും ഇല്ലാണ്ട് അതേ ജനങ്ങളെ തിരിഞ്ഞു കൊത്തും. എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യം ഇതാണ്, ഇത് മാത്രമാണ്. അതായത് നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് അധികാരത്തിൽ പിടിച്ചിരുത്തിയ ആൾക്കാരുടെ തെറ്റുകുറ്റങ്ങൾ കണ്ടാൽ വിമർശിക്കാനുള്ള അധികാരം പോലും സാധാരണക്കാരായി നമുക്കില്ലേ എന്നുള്ള ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ചോദ്യം ചോദിക്കേണ്ട സ്ഥലത്ത് ചോദിക്കുക തന്നെ വേണം. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് കയറുന്നത് ഞെരങ്ങിയിട്ട് അങ്ങ് പോകും. അതുകൊണ്ട് എന്റെ ഈ ചോദ്യം റിലവന്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഈ വീഡിയോ കാണുന്ന ജനങ്ങൾക്ക് തോന്നുന്നില്ലേ? നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിടും, എന്നാൽ അവരുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ കണ്ട് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ അകത്ത് പോകും, ഉള്ളയിൽ പോകും. അതാണ് അവസ്ഥ. ഞാൻ തന്നെ 2 വർഷം മുന്നേ ഒരു കേസുമായി ബന്ധപ്പെട്ട് സൈബർ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ വേറൊരു കേസുമായിട്ട് ഒരു വ്യക്തി വന്നിട്ടുണ്ടായിരുന്നു. ഞാനന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ആ വ്യക്തിയുമായിട്ട്. അതായത് മേയർക്കെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ട് തനിക്കെതിരെ കേസ് കൊടുത്ത് തന്റെ മൊബൈലും കാര്യങ്ങളൊക്കെ ഹാജരാക്കി തന്നെ പിടിച്ചുകൊണ്ടിരുത്തിയിരിക്കുകയാണ്. മേയർക്കെതിരെ പോസ്റ്റ് ഇട്ടത് കൊണ്ട്. അതെന്താ, മേയർക്ക് കൊമ്പുണ്ടോ? അല്ല. അങ്ങനെ തന്നെ ഞാൻ ചോദിക്കും. അതിന്റെ റീസൺ, നമ്മളൊക്കെ ജയിപ്പിച്ചു വിടുന്ന അവരെന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ എന്തെങ്കിലും പരിപാടികൾ കാട്ടിക്കൂട്ടി അത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മളെ പിടിച്ചുകൊണ്ട് പോകും. അതാണ് അധികാരത്തിന്റെയും പണത്തിന്റെയും ബലം എന്ന് പറയുന്നത്. സാധാരണക്കാരന് ഇവിടെ ഒരു പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല. വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വന്ന് കുമ്പിട്ട് നിന്ന് കാല് വരെ വേണമെങ്കിൽ കഴുകി കുടിക്കും. അതിനുശേഷം ജയിച്ചു കഴിഞ്ഞാൽ
പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. ഇത് എല്ലാ പാർട്ടിക്കാരെയും പരിപാടി ഇത് തന്നെയാണ്. അതുകൊണ്ട് എല്ലാം ഒന്നിനൊന്നിനും മെച്ചമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. ഇവിടെ UP-യിലും അങ്ങും ഇങ്ങുമൊക്കെ ക്രിസ്ത്യൻസിന് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, ക്രിസ്മസ് ആഘോഷിക്കാൻ സമ്മതിക്കുന്നില്ല. ഓരോരുത്തന്മാരുടെ വൃത്തികെട്ട മെന്റാലിറ്റിയാണ്. അപ്പോഴും നമ്മൾ വിചാരിക്കും അതങ്ങ് UP-യിലല്ലേ. ഇല്ല, ഇതെല്ലാം ഇന്ത്യയിലാണ് നടക്കുന്നത്, നമ്മുടെ രാജ്യത്താണ് നടക്കുന്നത്. ആ ബോധം നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ വേറൊരു കേസ്, ഇവിടെ UP-യിൽ അവിടെ ഇവിടെയൊക്കെ ഈ പ്രവൃത്തികൾ നടക്കുന്നു. അവിടെ സത്യം പറഞ്ഞാൽ മതത്തിന്റെ ആ ഒരു കുന്തളി എന്തോ സാധനമാണ്, വൃത്തികെട്ട മെന്റാലിറ്റി. എനിക്ക് അറിയത്തില്ല, പക്ഷെ അത് നമ്മുടെ കേരളത്തിൽ കൂടത്തില്ല. കേരളത്തിൽ ഇപ്പം BJP ഭരണത്തിൽ വന്നാൽ കൂടി അങ്ങനത്തെ ഒരു പരിപാടിയിലോട്ട് കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ ഉള്ള ജനങ്ങൾ പൊട്ടന്മാരല്ല, ജനങ്ങൾ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരു വിഷയം ഇവിടെ ഉണ്ട്. ഇവിടെ യദു എന്ന് പറയുന്ന വ്യക്തിയെ വലിച്ചു കീറി ഒട്ടിച്ച സമയത്തും അധികാരത്തിന്റെയും പണത്തിന്റെ ആൾബലത്തിന്റെ പിന്നിൽ വലിച്ചൊട്ടിച്ച സമയത്തും ജനങ്ങൾ കൂടെ നിന്നു. ആരുടെ കൂടെ? യദുവിന്റെ കൂടെ. മെമ്മറി കാർഡ് മുക്കൽ എന്നടാ പണി വെച്ചിരിക്കെ, മുക്കേണ്ടതെല്ലാം മുക്കുന്നു, ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നു. പക്ഷെ ജനങ്ങൾ ഇതെല്ലാം കാണുന്നു. അതാണ് മറ്റൊരു സത്യം. ഇനി മേയറുടെ സ്ഥിരം ശൈലിയാണ് ഈ ദാർഷ്ട്യം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു യുവതി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, കേട്ടു നോക്കാം. തിരുവനന്തപുരം നഗരസഭ മേയറുടെ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും പാർട്ടി മറുപടി പറഞ്ഞില്ലെങ്കിൽ ജനങ്ങൾ കടിഞ്ഞാണിടും. അതിനൊരു അവസ്ഥ വിദൂരമല്ല. അത് മേയർ ഒന്ന് സൂക്ഷിച്ചാൽ നന്നായിരിക്കും. മേയറുടെ ഈ ഒരു പ്രവൃത്തി എങ്ങനെ? മേയറുടെ സ്ഥിരം ശൈലിയാണ് ഈ ഒരു ധാർഷ്ട്യം. അത് നഗരസഭയിൽ നമ്മുടെ ജനപ്രതിനിധികളോട് ഇതേ അവസ്ഥയിലാണ് പെരുമാറുന്നത്. ഒരു കത്ത് ഒപ്പിടാൻ പോയാൽ പോലും മുഖത്ത് നോക്കാത്ത ഒരു മേയറാണ് നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു അത്യാവശ്യത്തിന് തിരുവനന്തപുരം നഗരസഭയുടെ മേയറെ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്തൊരവസ്ഥയാണ്. അപ്പോൾ തികച്ചും ഈ മേയർ സ്ഥിരം ശൈലി തന്നെയാണ് അവിടെ ഒരു സാധാരണക്കാരനായിട്ടുള്ള KSRT ജീവനക്കാരനോട് കാണിച്ചിട്ടുള്ളത്. ഇത് സ്ഥിരമായിട്ടുള്ളതായതുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. കാരണം ഇത് അവരുടെ സ്ഥിരം ശൈലിയാണ്, അവരുടെ പാർട്ടി പഠിപ്പിച്ച ശൈലിയാണെന്നാണ് തോന്നുന്നത്. നഗരസഭയുടെ ഓരോ വരുന്ന ആളുകളോട് പോലും, അല്ലെങ്കിൽ ജനപ്രതിനിധികളോട് മാത്രമല്ല സാധാരണക്കാരനായിട്ടുള്ള ആളുകളോട് പോലും പെരുമാറുന്ന രീതി നിങ്ങൾ കണ്ടത്. അതേപോലെ തന്നെയാണ് മേയർ ഒരു പദവി, മേയർ എന്നൊരു പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു KSRTC-യിലെ ആ പാവപ്പെട്ട ജീവനക്കാരനോട് പെരുമാറിയത്. അതിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഇത് സ്ഥിരം ശൈലി തന്നെയാണ്. ജനങ്ങൾ പ്രതികരിക്കുന്നു, ജനങ്ങൾ പറയുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അതായത് ഈ മേയറിന്റെ സ്ഥിരം പരിപാടിയാണ് ഇത്. ഇത്തരം പ്രവൃത്തികൾ ഇങ്ങനെ തന്നെയായിരുന്നു മുൻ മേയറായ ആര്യ രാജേന്ദ്രൻ കാണിച്ചുകൊണ്ടിരുന്നതെന്നാണ് ജനങ്ങൾ പറയുന്നത്. അവർക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചു കഴിഞ്ഞാൽ അവന്റെ അണ്ണാക്കിൽ പിരിവിട്ടുന്ന രീതിയിൽ കടിഞ്ഞൂലിടുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ ആര്യ രാജേന്ദ്രൻ യുവത്വം തുളുമ്പുന്ന മേയർ ആയിരുന്നു. ഞാനൊക്കെ അന്ന് പ്രതീക്ഷിച്ചിരുന്നു യുവത്വം ഭരിക്കട്ടെ, വയസ്സായവർ ഭരിക്കുന്നതിനേക്കാളും യുവത്വം ഭരിക്കട്ടെ എന്ന് ഞാനും അന്ന് പറഞ്ഞിരുന്നു, സംസാരിച്ചിരുന്നു. എന്നാൽ യുവത്വം വന്നതിന് ശേഷവും ഒരു മാറ്റവുമില്ല. ഉള്ളതിനേക്കാളും ഗതികേടിലോട്ട് അവസ്ഥകൾ മാറി. തന്റെ സ്വന്തം താല്പര്യത്തിനും സ്വാർത്ഥ താല്പര്യത്തിനും സ്വാർത്ഥ അജണ്ടകൾക്കും പിന്നാലെ, അല്ലെങ്കിൽ മറ്റാരൊക്കെ പറയുന്നതിനനുസരിച്ച് തുള്ളുന്നതല്ലാണ്ട് സ്വന്തമായിട്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ടോ സാധാരണക്കാരെ വേണ്ടിയിട്ടോ ഒരു നല്ല തീരുമാനം എടുക്കാനുള്ള ചങ്കുറപ്പോ നട്ടലിന് ബലമോ ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. യുവത്വം വന്നു കഴിഞ്ഞാൽ ഇവിടെ മാറ്റം സംഭവിക്കുമെന്നാണ്. യുവത്വത്തിനൊരു ഓട്ടം എന്ന് പറഞ്ഞ് ഞാനും സംസാരിച്ചിട്ടുണ്ട്. യുവത്വത്തിനൊരു ഓട്ട്. പക്ഷേ ഇവിടെ അതല്ല ആവശ്യം. മനുഷ്യത്വത്തിനൊരു ഓട്ട്. അതാണ് നമ്മൾ സംസാരിക്കേണ്ടത്. പ്രായത്തിലോ പക്വതയിലോ ഒന്നുമല്ല, മനുഷ്യത്വത്തിനൊരോട്ട്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയായി നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ജനനായകൻ, അതായത് മനുഷ്യത്വമുള്ളവന് വേണം വോട്ട് കൊടുക്കാൻ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. അല്ലാണ്ട് മനുഷ്യപ്പറ്റില്ലാത്തവരെ അത് പ്രായം നോക്കിയും യുവത്വം നോക്കിയും വാർദ്ധക്യം നോക്കിയും വോട്ട് കൊടുത്ത് ജയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ജയിപ്പിച്ചാൽ നമുക്ക് വേണ്ടി നിൽക്കും, നമുക്ക് വേണ്ടിയിട്ട് സംസാരിക്കുമെന്ന് ഉറപ്പുള്ള, ജനത്തിന് വേണ്ടി നിൽക്കുമെന്ന് ഉറപ്പുള്ളവന് മാത്രം വോട്ട് കൊടുത്ത് ജയിപ്പിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് ഇവിടെ മറ്റവൻ നിൽക്കും മറച്ചവൻ നിൽക്കും അവൻ നിന്ന ഒരു കാര്യമില്ല. നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം, ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വോട്ടിട്ട് ജയിപ്പിക്കുക. ഇതുപോലെയുള്ള ആര്യ രാജേന്ദ്രന്മാർ ഇനി വന്നു കഴിഞ്ഞാലും അവസ്ഥയ്ക്ക് ഒരു മാറ്റവും കാണില്ല. ഇനിയിപ്പം വരുന്നവരെല്ലാവരും നല്ലവരാണെന്നൊന്നും ഞാൻ പറയത്തില്ല. അടുത്തും വന്നു കഴിഞ്ഞാൽ ഇതല്ലെങ്കിൽ ഇതിന്റെ അപ്പുറമായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ. എന്നാൽ നമുക്കൊരു പ്രതീക്ഷ, ഇവർ വന്നാലെങ്കിലും നന്നാകും എന്നുള്ള ഒരു പ്രതീക്ഷ ചിലപ്പോൾ ഉള്ളിൽ തോന്നും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബസ് ഡ്രൈവറായിട്ടുള്ള യദുവിനെ പോലെയുള്ള ആൾക്കാർ മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിന്നേക്കും. കാരണം താനൊരു സാധാരണക്കാരനാണ്. താൻ അധികാരത്തിന്റെയും പണത്തിന്റെയും ഉങ്കിന്റെയും പിൻബലത്തിൽ അനുഭവിച്ച ക്രൂരത തനിക്കറിയാം. അതൊരു സാധാരണക്കാർക്കും ഇനി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ യദുവിനെ പോലുള്ള ആൾക്കാർ നിന്നെന്ന് വരും. എന്തായാലും ഇപ്പോഴത്തെ മേയറായിട്ടുള്ള രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഡ്രൈവറാക്കി എടുക്കും എന്നൊക്കെ ഉള്ള ഒരു റൂമർ പറയുന്നുണ്ട്. മറുനാടനിലൊക്കെ വന്നതാണ്, അറിയില്ല. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ നല്ലതായിരിക്കും. ഭാവിയിൽ ആ വ്യക്തിയും ചിലപ്പോൾ പാർട്ടിയിലൊക്കെ കയറിയെന്ന് വരും, അറിയില്ല. നമുക്കതിന്റെ അങ്ങോട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ സംഭവിച്ചാൽ നല്ലത് തന്നെയായിരിക്കും. ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്,
നല്ല വ്യക്തിത്വമുള്ള മനുഷ്യത്വമുള്ള മനുഷ്യന്മാർ ജനങ്ങളെ ഭരിക്കാൻ വരട്ടെ. ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിൻ്റെങ്കിലും 5 പൈസയുടെ ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ വരട്ടെ. കൊറോണ സമയത്ത് അവിടെ പൊങ്കാലയൊന്നും ആറ്റുകാലിൽ ഇല്ലായിരുന്നു. പക്ഷെ ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ 10-20 ലോറിയുടെ പേരിൽ 3 ലക്ഷത്തിന് പുറത്ത് രൂപയൊക്കെ എഴുതി ഒപ്പിട്ടെടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. നമുക്ക് എന്തായാലും വേറൊരു ന്യൂസ് ക്ലിപ്പ് കാണാം. മുൻ മേയർ ആര്യ രാജേന്ദ്രനും സച്ചിൻ ദേവ് MLAക്കും നോട്ടീസ് അയച്ച തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി. നോട്ടീസ് അയച്ചത് KSRTC ഡ്രൈവർ യദു നൽകിയ പരാതിയിലാണ്. നടുറോഡിൽ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ ഇരുവരെയും ഒഴിവാക്കിയുള്ള കുറ്റപത്രത്തിനെതിരായ ഹർജിയിലാണ് നോട്ടീസ്. KG കമലേഷാണ് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. കമലേഷ്, ഇരുവരെയും ഒഴിവാക്കുന്നു, സഹോദരനെതിരെ പെറ്റി കേസ് മാത്രം, അതായിരുന്നു ഇതിനു മുൻപ് നമ്മൾ കണ്ടത്. യദുവിൻ്റെ നിയമ പോരാട്ടത്തിലാണിപ്പോൾ നോട്ടീസ് വന്നിരിക്കുന്നത് ഇരുവർക്കുമെതിരെ. വിവരങ്ങൾ എങ്ങനെയാണ്? നിമീൻ, യദു ആ നിയമ പോരാട്ടം തുടരുകയാണ്. വലിയ രീതിയിൽ യദു ആദ്യം തന്നെ പരാതി കൊടുത്തിട്ടും പോലീസ് കേസെടുക്കാതെ കോടതിയുടെ ഇടപെടലിന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരുന്നു ഒടുവിൽ മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് MLAക്കുമെതിരെ കേസെടുത്ത്. പക്ഷേ പോലീസ് കുറ്റപത്രം കൊടുത്തപ്പോൾ ഇരുവരെയും ഒഴിവാക്കി മേയറുടെ സഹോദരനെ മാത്രം പ്രതിയാക്കി കുറ്റപത്രം സമർപ്പിച്ചു. ആ കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് യദു ഇപ്പോൾ കോടതിയെ സമീപിച്ചത്. മാത്രമല്ല, തനിക്കൊപ്പം അന്ന് ബസ്സിലുണ്ടായിരുന്ന കണ്ടക്ടറെ കൂടി പ്രതി ചേർക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇത്രയും വിവാദമായ സംഭവത്തിൽ ബസ്സിലുണ്ടായിരുന്ന ആ CCTV ദൃശ്യങ്ങൾ, മെമ്മറി കാർഡ് ഉൾപ്പെടെ ഇതുവരെ കാണാതായി. അത് കണ്ടെത്തിയിട്ടില്ല. അത് കണ്ടെത്താൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തുടക്കം മുതൽ കേസിലെ മെല്ലപ്പോക്ക് ഉൾപ്പെടെ എല്ലാം മേയറുടെ വഴിയെ പോലീസ് അന്വേഷിച്ചു എന്നുള്ളതാണ് യദുവിന്റെ പ്രധാന പരാതി. അത് കുറ്റപത്രം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ യദു കൊടുത്ത പരാതിയിൽ ഇരുവർക്കും നോട്ടീസ് അയക്കാൻ പണവും അധികാരമുള്ളവന്റെ കേസുകൾ, അവർ പ്രതിയായി വരുന്ന കേസുകളിൽ അന്വേഷിക്കാൻ പോലീസിനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം അവരോടൊപ്പം നിൽക്കാനേ ശ്രമിക്കത്തുള്ളൂ. മെമ്മറി കാർഡ് മുങ്ങും, അതൊക്കെ ഉള്ളത് തന്നെ. അയ്യോ, മെമ്മറി കാർഡ് മാറി ചിലപ്പോൾ പെൻഡ്രൈവ് ആവും, ചിലപ്പോൾ അത് മാറി വേറെ എന്തെങ്കിലുമൊക്കെ ആവും. അതൊക്കെ അങ്ങനെ തന്നെയാണ്. കാരണം അധികാരവും പണവും ഉണ്ടെങ്കിൽ ഇവിടെ എന്തും കാട്ടി കൂട്ടാം ഒരു പരിധി വരെ. പക്ഷേ ജനങ്ങളുടെ കോടതിയുണ്ട്, അതായത് ജനങ്ങൾ നോക്കും. പിന്നെ അതുപോലെ തന്നെ ഈ കോടതിപരമായിട്ട് നമ്മൾ മാക്സിമം അങ്ങേ അറ്റം വരെ പോയി കഴിഞ്ഞാൽ അവിടെ സത്യവും ന്യായവും നീതിയും എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അത് കിട്ടും. പക്ഷേ കറക്റ്റ് തെളിവുകളോടെ പോകണം. നമ്മളൊരു പോലീസുകാരനെ വിശ്വസിച്ചിട്ട് മെമ്മറി കാർഡ് കൊണ്ടു കൊടുത്തു കഴിഞ്ഞാൽ അത് മുങ്ങും. പോലീസുകാരൻ കിമ്പളം വാങ്ങിയാൽ അത് മുങ്ങും. അത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധികാരത്തിന്റെ മുൾമുനയിൽ നിൽക്കുന്നവർക്കെതിരെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മെമ്മറി കാർഡ് എന്ന് പറയുന്ന സാധനം പല ഡിവൈസിൽ കോപ്പി ചെയ്ത് വെക്കുക, അതിന്റെ പല രീതിയിലും പല കാര്യങ്ങളും കോപ്പി ചെയ്തൊക്കെ മാറ്റിയിട്ട് പലയിടത്തും കോപ്പി ചെയ്ത് ഒളിപ്പിച്ചതിന് ശേഷമൊക്കെ നമ്മൾ കൈമാറുക. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങൾ അങ്ങ് മുങ്ങും. നമ്മളടുത്ത് ചിലപ്പോൾ അവർ ചോദിക്കും വേറെ കോപ്പി ഉണ്ടോ, നമ്മളില്ലെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവരങ്ങ് മുക്കും. അപ്പോൾ നമുക്ക് വേറെ കോപ്പി ഹാജർ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അധികാരവും പണം ബലവും ഒക്കെ ഉള്ളവരുടെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മളെ തന്നെ പെടുത്തികളായി. അതാണ് ഇവിടെ യദുവിനെ പോലുള്ള ഒരാൾക്ക് സംഭവിച്ചിട്ടുള്ളത്. പക്ഷെ യദു ഫൈറ്റ് ചെയ്തു, ദ റിയൽ ഫൈറ്റർ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ഒരുപക്ഷെ യദുവിനെ പോലുള്ള ആൾക്കാരൊക്കെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലത് ഉണ്ടാവുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എൻ്റെ ഒരു ഇത് പറയാണ്, ഒരു ഊഹമൊന്നുമല്ല, ചുമ്മാ വെറുതെ പറയാണ്. ഈ MLA സച്ചിൻ ഇനിയിപ്പോൾ മത്സരിക്കുമല്ലോ, സച്ചിൻ ദേവ്, അതായത് ആര്യ രാജേന്ദ്രന്റെ ഭർത്താവ്. ആ ആൾക്ക് ഓപ്പോസിറ്റ് ആയിട്ട് യദു നിന്ന് കഴിഞ്ഞാൽ ഒരു പക്ഷേ സച്ചിൻ ദേവിനേക്കാൾ വോട്ട് യദുവിന് കിട്ടും. ചിലപ്പോൾ ജയിക്കാനുള്ള സാധ്യതയും കാണും. ഞാൻ പറഞ്ഞതാ, എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാ. ഓക്കെ, ഇനി മറ്റൊരു ന്യൂസ് ഞാൻ കൊടുക്കാം. അതായത് ആറ്റുകാൽ പൊങ്കാല, കൊറോണ സമയം കേൾക്കാം. നമസ്കാരം. ഇന്ന് ആറ്റുകാൽ പൊങ്കാലയാണ്. ഇക്കൊല്ലത്തെ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരസഭയെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താതിരിക്കാൻ കഴിയില്ല. കാരണം ഇക്കൊല്ലത്തെ ആറ്റുകാൽ പൊങ്കാലയെ വരവേൽക്കാൻ ഭക്തജനങ്ങളായ സ്ത്രീകളെക്കാൾ ഉത്സാഹത്തോടെ കാത്തിരുന്നത് തിരുവനന്തപുരം നഗരസഭയിലെ ചിലരാണ്. അതിന് കാരണവുമുണ്ട്. കഴിഞ്ഞ കൊല്ലം ഇടാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ പേരിൽ തിരുവനന്തപുരം നഗരസഭയിലെ കള്ളന്മാർ തട്ടിയെടുത്തത് ലക്ഷക്കണക്കിന് രൂപയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ കൊല്ലം ആറ്റുകാൽ പൊങ്കാല ഇക്കൊല്ലത്തെ പോലെ തന്നെ ഭക്തർ വീടുകളിൽ തന്നെ ഇടുകയായിരുന്നു. പക്ഷേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള മാലിന്യം നീക്കം ചെയ്യാനായി ടിപ്പർ ലോറി വിളിച്ചെന്ന വകയിൽ തിരുവനന്തപുരം നഗരസഭയിലെ ചിലർ തട്ടിയെടുത്തത് 3,57,800 രൂപയാണ്. ഇടാത്ത ആറ്റുകാൽ പൊങ്കാലയുടെ ഇല്ലാത്ത മാലിന്യം നീക്കം ചെയ്യാൻ 21 ടിപ്പർ ലോറികൾ വാടകയ്ക്ക് വിളിച്ചെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. ഇല്ലാത്ത മാലിന്യം എങ്ങനെയാണ് നീക്കം ചെയ്യുന്നതെന്നൊന്നും ചോദിക്കരുത്. ആ ചോദ്യത്തിന് അന്തം കമ്മികളുടെ ഇടയിൽ പ്രസക്തിയില്ല. ഇത്രയും തുക അനുവദിച്ചതിന് അംഗീകാരത്തിനുള്ള അപേക്ഷ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിന്റെ അജണ്ടയായി ഉൾപ്പെടുത്തിയതോടെയാണ് പ്രതിപക്ഷത്തുള്ളവർ പോലും ഇക്കാര്യം അറിയുന്നത്. മേയറുടെ അനുമതിയോടെയാണ് തുക അനുവദിച്ചതെന്ന് കുറിപ്പിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. കേട്ടല്ലോ, ഇതാണ് സംഭവം. അതായത് ഇല്ലാത്ത മാലിന്യം നീക്കം ചെയ്യാൻ 21 ട്രിപ്പർ ലോറികൾ വിളിച്ചു.
3,57,800 രൂപ ചെലവായി. സൂപ്പർ, സബാഷ്, അടിപൊളി, സ്പഷ്ട സാധനം, സൂപ്പർ ഐറ്റം. നീ സൂപ്പറാട്ട ആ സെറ്റപ്പ് സാധനം, കൊള്ളാം, നല്ലത്. ആറ്റുകാൽ പൊങ്കാല എല്ലാവരും വീട്ടിൽ ഇരുന്നിട്ട്, പക്ഷെ 21 ലോറി ഒന്ന് വേസ്റ്റ് ആയി. പക്ഷെ ഇവിടെ നിന്നാണ് വേസ്റ്റ് വന്നതെന്ന് ആർക്കും കൂടി പിടിയില്ല. അടിപൊളി. ഇങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ തന്നെ ആയിരിക്കണം. എടുത്തു കഴിയുമ്പോൾ പറയണേ. ഒരു വീഡിയോ ക്ലിപ്പ് കാണണ്ടേ നമ്മുടെ ആരി ചേച്ചിയൊക്കെ യുവത്വം തുളുമ്പുന്ന ഓൾഡ് മെഹർ ആയിരുന്നു. ഇനിയിപ്പോ സച്ചിൻ ദേവ് ചേട്ടനും കൂടി വീട്ടിൽ വന്നിരിക്കുമ്പോൾ നിങ്ങൾ മൊത്തത്തിൽ സഭാഷാവും. പിന്നെ ഉണ്ടാക്കേണ്ട സമയത്ത് ജീവിക്കാനുള്ളത് ഉണ്ടാക്കി കാണുമല്ലോ. അതല്ല ഇല്ലാത്ത ലോറിയൊക്കെ ടിപ്പറൊക്കെ പോയത് വേസ്റ്റ് വരാനൊക്കെ സ്വാഭാവികം. ബീജമിറ പതിക്ക് ചെയ്യറ് ഇത് മവനെ തെറിയാതെ നീ എന്റെ പൊന്നലിയാ ചിരി വരണേ. ഇനി എടുത്തു കഴിയുമ്പോൾ പറയാം കേട്ടാ. വീട്ടിൽ ഇരുന്നാൽ മതി. ഇനി അവിടെ ഇരുന്നങ്ങ് സംഭവമൊക്കെ ബഹുലമായിട്ട് പോയാൽ മതി മുന്നോട്ട്. ഇനി മറുനാടനിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. മറുനാടനിലെ സബ്സ്ക്രൈബ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമുക്കതൊന്ന് കേൾക്കാം. കേട്ടിട്ട് മുന്നോട്ട് പോകുന്നതല്ല എൻ്റെ ബെറ്റർ ഓപ്ഷൻ. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുത്തുകൊണ്ട് BJP മുന്നേറുമ്പോൾ CPMനെ ചങ്കിടിക്കുകയാണ്. അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെയൊരു ഭരണനഷ്ടം ഉണ്ടാവുമെന്ന്. ഏത് കോർപ്പറേഷന്റെ ഭരണം നഷ്ടപ്പെട്ടാലും തിരുവനന്തപുരം നഷ്ടപ്പെടും എന്നവർക്ക് പ്രതീക്ഷിക്കാനേ കഴിയുമായിരുന്നില്ല. അത്ര വലിയ അടിത്തറയിലാണ് തിരുവനന്തപുരം CPMകാർ കെട്ടിപ്പൊക്കിയത്. മാത്രമല്ല BJPയും കോൺഗ്രസുമായി വോട്ട് ഭിന്നിക്കുമ്പോൾ തീർച്ചയായും മുമ്പിലെത്തുക തങ്ങളായിരിക്കുമെന്ന് അവർ കണക്കുകൂട്ടി. എന്നാൽ 50 സീറ്റ്, കേവല ഭൂരിപക്ഷത്തിന് 1 സീറ്റ് കുറവോടെ BJP വിജയിക്കുന്നു. 2 സ്വതന്ത്രരുടെയും പിന്തുണ BJPക്കായതുകൊണ്ട് ഭരണം സുഗമമായി മുമ്പോട്ട് പോകാമെന്ന് ഉറപ്പാണ്. BJPയുടെ മുൻ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും 2 തവണ കൗൺസിലറായി വിജയിച്ച തലസ്ഥാനത്ത് സുപരിചിതനായ VV രാജേഷ് മേയറായതോടെ വാസ്തവത്തിൽ CPMന്റെ ഉറക്കം കെടുകയാണ്. മേയർ ആര്യ രാജേന്ദ്രനെ 2020 ഇറക്കി നടത്തിയ പരീക്ഷണം അത് അമ്പെ പരാജയപ്പെട്ടതിന്റെ തിരിച്ചടിയാണെന്ന് ഇപ്പോഴെങ്കിലും CPMനെ തിരിച്ചറിയാൻ കഴിയുന്നു. ഇതിനു മുമ്പ് ജില്ലാ നേതൃത്വം ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയപ്പോഴൊക്കെ ആര്യയെ സംരക്ഷിക്കാൻ സംസ്ഥാന നേതൃത്വം എത്തുകയായിരുന്നു. അതുകൊണ്ടാണ് CPMന്റെ മുതിർന്ന നേതാവായ വഞ്ചിയൂർ ബാബുവിന്റെ മകൾ ഗായത്രി ബാബു തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത് തന്നെക്കാൾ താഴെയുള്ളവരോട് പുച്ഛവും തന്നെക്കാൾ മുകളിലുള്ളവരോട് അമിത വിധേയത്വവും പുലർത്തുന്ന ആര്യ രാജേന്ദ്രൻ പബ്ലിക് റിലേഷന് വേണ്ടി സമയം ചെലവഴിച്ചപ്പോൾ സാധാരണക്കാരോട് സംസാരിച്ചെങ്കിൽ ഈ ഗതി വരുമായിരുന്നില്ലെന്ന്. അത്തരത്തിൽ അതായത് സംഭവം മനസ്സിലായ ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തന്റെ ടോപ്പിൽ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ കുമ്പിട്ട് നിൽക്കും. വണക്കം തലൈവ വണക്കം. എന്നാൽ താഴേക്കടയിൽ നിൽക്കുന്നവരെ കാണുമ്പോൾ പോടെ ദേവന്റെ ധാരാത് ഈ ഒരു സെറ്റപ്പ് കാര്യം പിടിക്കുക. അതുകൊണ്ടാണ് ഇപ്പൊ വീട്ടിൽ പോയിരിക്കുന്നത്. മനസ്സിലായ നമ്മള് ഒരു അധികാരത്തിലോ എന്തെങ്കിലും നമ്മൾ എന്ത് കാര്യത്തിലായാലും നമുക്ക് നമ്മുടേതായ സ്റ്റാൻഡ് വേണം. അത് താഴേക്കിടയിൽ കിടക്കുന്നവരെയോ അല്ലെങ്കിൽ പാവങ്ങളുടെ നെഞ്ചത്ത് ചവിട്ടിക്കയറുന്ന ഒരു അധികാരമായി നമ്മൾ കാണരുത്. മനസ്സിലായോ? നമുക്ക് മനുഷ്യത്വം മിക്സ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ സംസാരിക്കണം, അവർക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കണം. അത് പറ്റുമെങ്കിൽ ചെയ്യണം. അല്ലാണ്ട് വന്നിരുന്നിട്ട് സാധാരണക്കാരും പാവങ്ങളെയും ചവിട്ടിത്താഴ്ത്തി അവരെയും വലിച്ചു റോട്ടിയിട്ടും കൊണ്ട് ഇമാതിരി പട്ടി ഷോകളും കാണിച്ച് നിന്ന് കഴിഞ്ഞാൽ ജനങ്ങളുടെ കോടതിയിൽ ഒരു വിധി ഉണ്ടാവും. അത് ജനങ്ങൾ ഓട്ടെന്ന രൂപത്തിൽ തരും അങ്ങോട്ട്. മനസ്സിലായ? ഇപ്പം ഏറി കിടക്കാല്ല. എവിടെ നോക്കിയാലും ആര്യ ചേച്ചിയുടെ ഒക്കെ ട്രോള് കണ്ടു കഴിഞ്ഞാൽ പറന്ന് പറക്കും. നമ്മുടെ പുതിയ മേയർ BJP സ്ഥാനാർത്ഥിയാണ്. അതായത് രാജേഷ് എന്നാണ് പേര്. അദ്ദേഹം ഇനി എങ്ങനെ ഭരിക്കുമെന്ന് അറിയത്തില്ല. അടുത്ത വർഷം ഇതേ സമയമൊക്കെ അല്ലെങ്കിൽ 1 വർഷം 1-2 വർഷമൊക്കെ കഴിയുമ്പോൾ ഇതേപോലെ ഏറി കയറേണ്ട അവസ്ഥ അങ്ങേർക്ക് ഉണ്ടാവുമെന്ന് അറിയില്ല. ഞാൻ എപ്പോഴും പറയും, മനുഷ്യത്വം എവിടെയും നമ്മൾ കാണിക്കണം. എല്ലാവരും മനുഷ്യരാണ്. ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാവണം. അല്ലാതെ അധികാരവും കുറച്ച് പൈസയും കണ്ടെന്ന് വെച്ച് കഴിഞ്ഞ് കുന്തളിപ്പും നികളിപ്പും കാണിക്കല്ലേ. അത് വെറും താൽക്കാലികം മാത്രമായിരിക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതുപോലെ വെട്ടിയിട്ട വാഴ പോലെ കിടക്കേണ്ടി വരും. നാട്ടുകാർ കയറി പൊങ്കാലയിടും. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഉള്ള ആൾക്കാർക്ക് അത്യാവശ്യം വിവരവും ബോധമുണ്ട്. അവർ പ്രതികരിക്കും. അത് തെറി വിളിച്ചാണെങ്കിൽ ആ രീതി തന്നെ അവർ പ്രതികരിക്കും. അതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ അധികാരത്തിൽ കയറിയാൽ ഭരിക്കേണ്ടത്. മനസ്സിലായോ? അല്ലാണ്ട് ആരെങ്കിലുമൊക്കെ പറയുന്നത് പോലെ കേട്ടും കൊണ്ട് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ, അതായത് തൻ്റെ മുകളിലുള്ളവർ പറയുന്നത് പോലെ കേട്ട് തുള്ളാൻ നിന്ന് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. നല്ല ഇമേജിൽ പുറത്തിറങ്ങാം. വീട്ടിൻ്റെ പടിയുടെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലെത്തും.
ഊഹിച്ചാൽ മതി. ഇനി ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരുന്ന് പറ കുറെയൊക്കെ, അതായിരിക്കും ബെറ്റർ. മറുനാടൻ ആര്യ രാജേന്ദ്രൻ അന്താരാഷ്ട്ര താരമാക്കി മാറ്റാൻ വേണ്ടി കാശ് കൊടുത്ത് പുരസ്കാരം പോലും വാങ്ങിയിട്ടും അവരെ ജനം വെറുത്ത് പുറത്താക്കി എന്നത് പാർട്ടിക്ക് പോലും അംഗീകരിക്കേണ്ടി വന്നു എന്നതിന് തെളിവാണ് അവരെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോലും രംഗത്തിറക്കാതിരുന്നത്. എന്നാൽ അതുകൊണ്ടൊന്നും അവസാനിക്കുന്നില്ല ഇപ്പോഴത്തെ പ്രതിസന്ധി. അധികാരത്തിലെത്തിയ BJP കൃത്യമായ ഇടപെടലുമായി രംഗത്ത് വരുന്നു. ഇന്ന് രാവിലെ പുറത്തേക്ക് വന്ന ഒരു വാർത്ത, ശാസ്തമംഗലം വാർഡിലെ മെമ്പറായ മുൻ DGP R ശ്രീലേഖ അവർ വട്ടിയൂർക്കാവ് MLA പ്രശാന്തിനോട് തന്റെ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെട്ടുവെന്നാണ്. തിരുവനന്തപുരം നഗരസഭയുടെ ഉടമസ്ഥാവകാശത്തിലുള്ള കെട്ടിടത്തിലാണ് MLAയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. കോർപ്പറേഷൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ്. എന്നാൽ അത് നിയമവിരുദ്ധമായി വാടകയ്ക്ക് കൊടുത്തതാണ്. അതുകൊണ്ട് ആ ഓഫീസ് ഒഴിയണം എന്ന് ശ്രീലേഖ ആവശ്യപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ. ചുരുക്കി പറഞ്ഞാൽ MLAക്ക് അവശേഷിച്ചിരിക്കുന്ന മാസങ്ങളിൽ പുതിയൊരു ഓഫീസ് കണ്ടെത്തേണ്ടി വരും. എൽദോസ് കുന്നപ്പള്ളി MLAക്ക് നഷ്ടപ്പെട്ട അതേ അവസ്ഥ തന്നെയാണ് ഈ പ്രശാന്ത് MLAക്കും സംഭവിക്കുന്നത്. ഇത്തരത്തിൽ BJP ശക്തമായ നിലപാടുമായി രംഗത്ത് വന്നാൽ അക്ഷരാർത്ഥത്തിൽ വെള്ളം കുടിക്കാൻ പോകുന്നത് ആര്യ രാജേന്ദ്രനാവും. ലോകത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ വലിയ തോതിൽ കൊട്ടിഘോഷിച്ച് ലണ്ടനിൽ പോയി പുരസ്കാരമൊക്കെ കാശ് കൊടുത്തു വാങ്ങിക്കൊണ്ടുവന്ന ആര്യ രാജേന്ദ്രനെതിരെ ശക്തമായ അന്വേഷണവുമായി മേയർ VV രാജേഷ് രംഗത്ത് വന്നിരിക്കുന്നു. ആഹാ, കൊള്ളാലോ. ലണ്ടനിൽ പോയിട്ട് പുരസ്കാരം കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നാണല്ലോ. അടിപൊളി, സ്പഷ്ടൻ. എന്തായാലും പുരസ്കാരം ഇരിക്കട്ടെ, കാശ് കൊടുത്ത് വാങ്ങിയില്ല, കളയണ്ട. അത് വെച്ച് വേണ്ട, നല്ലതാ. കാശ് കൊടുത്ത് വാങ്ങിയൊന്നും നമ്മൾ കളയില്ല, നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയില്ല, നമ്മളെന്തിനു കളയണം? അത് ഇരിക്കട്ടെ. പിന്നെ ആര്യ ചേച്ചി തേഞ്ഞൊട്ടി, ഇതിന്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? നിങ്ങൾ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നൊക്കെ പറഞ്ഞ് കയറിയപ്പോൾ ഞങ്ങൾക്ക് സത്യം പറയാമല്ലോ നല്ല പ്രതീക്ഷ ഉണ്ടായിരുന്നു. എന്തെങ്കിലുമൊക്കെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും, നമ്മുടെ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു. അത് വെറും തെറ്റിദ്ധാരണയായിരുന്നെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പ്രായവും അതും ഇതൊന്നും നോക്കിയിട്ട് ആർക്കും വോട്ടും കൊടുത്ത് ജയിപ്പിച്ച് കസേര പിടിച്ചിരുത്തണ്ട. അതിപ്പോൾ ഏതിതായാലും പഞ്ചായത്ത് ഇലക്ഷൻ മുതൽ അങ്ങ് ടോപ്പ് വരെ ആയാലും അതേ ഞാൻ പറയത്തുള്ളൂ. കാരണം അങ്ങനെ പിടിച്ചിരുത്തി കഴിഞ്ഞു കഴിഞ്ഞാലും ഒരു കാര്യവുമില്ല. നമ്മൾ മനുഷ്യപ്പറ്റുള്ളവന് വോട്ട് കൊടുക്കണം, മനുഷ്യപ്പറ്റുള്ളവനെ അധികാരത്തിൽ കൊണ്ടിരുത്തണം. അതാണ് ചെയ്യേണ്ടത്. ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കടാ. കോടികൾ വെട്ടി മലത്തുന്നുണ്ട്, കോടികൾ വെട്ടി മലത്തുന്നുണ്ട്. ഇതൊക്കെ എവിടെ കൊണ്ട് ജോലി വയ്ക്കുന്നു? ഇതൊക്കെ എന്തിന് ഇത്രയും പണം? നമുക്ക് പണം വേണം, ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ പണം തന്നെ വേണം. പക്ഷേ അതൊരു ലിമിറ്റ് കഴിഞ്ഞാൽ എന്തിനാണ് ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നത്? പാവങ്ങളുടെ കഞ്ഞിയിലും പിച്ചച്ചട്ടിയിലും കൈയിട്ട് വാരി ഉണ്ടാക്കിയിട്ട് കിട്ടേണ്ടവർക്ക് കിട്ടുന്നില്ല. ഈ നാട്ടില് നമുക്കൊക്കെ ഒരു അധികാരം സ്ഥാനം കിട്ടി, ഞാനൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും അതിലോട്ട് പാർട്ടി അങ്ങനത്തെ ഒരു പോയിന്റ് എനിക്ക് ഇഷ്ടമല്ല, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. പക്ഷെ അധികാരത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ എൻ്റെ പൊന്നളി ഞാൻ ഉള്ള കാര്യം പറയാം, എന്നെ കൊണ്ട് കഴിയുന്ന മാക്സിമം ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യും, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. എനിക്ക് പണ്ടേ ഒരു സന്തോഷം എന്ന് പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഒരു പാവപ്പെട്ടവരെ സഹായിക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന ഒരു ചിരിയുണ്ട്, ഒരു സന്തോഷം. അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടും, സാറ്റിസ്ഫൈഡ് ആണ് ആ സാധനം. അതുകൊണ്ട് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കും, നിങ്ങൾക്കും നിങ്ങളുടെ തലമുറയ്ക്കും അവരുടെ അനുഗ്രഹം ഉണ്ടാവും. ശാപങ്ങൾ വാങ്ങി വെക്കാണ്ട് നല്ലത് ചെയ്യും, ജനങ്ങൾക്ക് വേണ്ടി ചെയ്യും. അത് ഏത് പാർട്ടിക്കാരായാലും. ഞാനിവിടെ ഒരു പാർട്ടിയിലും കുറ്റം പറയത്തില്ല, പാർട്ടിയിലിരിക്കുന്ന ആളുകളെ ഞാൻ കുറ്റം പറയത്തുള്ളൂ. പാർട്ടിയുടെ പേരും പറഞ്ഞ് തോന്നിവാസങ്ങൾ കാണിക്കുന്ന കുറെ തോന്നിവാസികൾ അതേ പറയത്തുള്ളൂ. ഇപ്പൊ എല്ലാ പാർട്ടിയിലും കണക്കാണ്. ഓരോ ആൾക്കാർ വരുമ്പോഴും നമുക്കൊരു ഹോപ്പാണ്, ഇവരെങ്കിലും ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷെ എല്ലാം കണക്കാ. കുറച്ച് അങ്ങോട്ട് പോകുന്തോറും മാങ്ങയുടെ അണ്ടിയോട് അടുക്കുമ്പോഴേ പുളി അറിയൂ എന്ന് പറയുന്നത് പോലെയാണ് ഇവിടുത്തെ അവസ്ഥ. അത് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമില്ല. ബാക്കി ആര്യ നടത്തിയ ദുരൂഹമായ എല്ലാ ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കണമെന്നാണ് ആവശ്യം. BJPയുടെ കൗൺസിലറായിരുന്ന കരമന അജിത്ത് ആര്യക്കെതിരെ നിരന്തരം പോരാട്ടം നടത്തിയ ആളാണ്. കരമന അജിത്തിന് ആര്യയുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ വിശദാംശങ്ങൾ ലഭ്യമാണ്. ആ വിവരങ്ങൾ വെച്ചുകൊണ്ട് ആര്യക്കെതിരെ കോർപ്പറേഷൻ തന്നെ അന്വേഷണം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. ഏറ്റവും വലിയ അഴിമതി സ്രോതസ്സായി മാറിയത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഭരണമാണ്. ഒരു പാവയെ പോലെ മുകളിൽ നിന്ന് ചിലർ നിയന്ത്രിച്ചപ്പോൾ എല്ലായിടത്തും ഒപ്പിട്ടുകൊടുത്ത ആര്യ അഹങ്കാരത്തിന് വില ഇനി കൊടുക്കേണ്ടി വരും. അതെ, പാവയെ പോലെ ഇരുന്ന് ഒപ്പിടുമ്പോൾ ആലോചിക്കണം, ഒന്ന് വായിച്ചൊക്കെ നോക്കണം. ലണ്ടനിൽ പോയി പൈസ കൊടുത്ത് അവാർഡൊക്കെ വാങ്ങിയെന്നല്ലേ പറയുന്നത്, ഒന്ന് വായിച്ചൊക്കെ നോക്കണം. അല്ലാണ്ട് മേലിരിക്കുന്നവന്മാര് പറയുന്നത് പോലെ അടിയനിതാ ചെയ്തു എന്ന് പറഞ്ഞ് അതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. പാവങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ നിൽക്കും. പിന്നെ ഇപ്പോഴത്തെ മേയറായ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് നല്ല ആളാണെന്ന് തോന്നുന്നു. അത്യാവശ്യം എല്ലാ ഉടായ്പകളും വലിച്ചു കയറാൻ ശ്രമിക്കുന്നുണ്ട്. നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയും. അവിടെ പാർട്ടി എന്ന് പറയുന്ന സാധനം നോക്കത്തില്ല, വ്യക്തിയെ നോക്കിയിട്ടേ ഞാൻ പറയത്തുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പഞ്ചായത്തിൽ ഇപ്പോൾ വോട്ടിടാൻ പറ്റിയിട്ടില്ലായിരുന്നു. എന്നാൽ എനിക്ക് വോട്ടിടാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ ഞാൻ വോട്ടിടുന്നത് എപ്പോഴും പാർട്ടി നോക്കിയല്ല, വ്യക്തിയെ നോക്കിയിട്ടാണ് വോട്ടിടുന്നത്. ഒരിക്കലും പാർട്ടി നോക്കിയിട്ടില്ല. എനിക്കൊരു പാർട്ടിയില്ല, ഒരു പാർട്ടിയില്ല. എല്ലാവന്മാരും കണക്കെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്ക് പാർട്ടിയില്ല, ഒരു തേങ്ങയില്ല. പക്ഷെ വോട്ടിടുന്ന സമയത്ത് വ്യക്തി നോക്കി വോട്ടിടും. എന്ന് പറഞ്ഞാൽ ഞാൻ വോട്ടിട്ട വ്യക്തികളെല്ലാം മറ്റേ നന്മ മരങ്ങളൊന്നല്ല, തമ്മിൽ ഭേദം തൊമ്മൻ, ആ ഒരു സെറ്റപ്പാണ്. അതുകൊണ്ട് നല്ലവന്മാരായിട്ട് നിൽക്കാൻ നോക്കും. ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, ജനങ്ങൾ നെഞ്ചിലേറ്റും തോളിലേറ്റും. അത്
ആണ് സുഖം. അല്ലാണ്ട് വെട്ടിപ്പും തട്ടിപ്പും നടത്തി കുറെ കോടികൾ ഉണ്ടാക്കി വെച്ച് 10 തലമുറയ്ക്ക് ഉണ്ടാക്കി വെച്ച് എല്ലാം കൂടി കുന്നും കൂട്ടി വെച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുന്ന ഫണ്ടുകൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അങ്ങോട്ട് പ്രയോഗിക്കും. അങ്ങനെ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട് പുരോഗമിക്കും. അങ്ങനെ പുരോഗമിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ കഷ്ടത അനുഭവിക്കുന്ന ആൾക്കാരില്ലാണ്ടാവും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യം നന്നാവും, നാട് നന്നായി, നമ്മുടെ സ്റ്റേറ്റും അങ്ങനെ മൊത്തം നന്നായി നമ്മുടെ രാജ്യം നന്നാവും. അമേരിക്കൻ കൺട്രികൾ ഇത്രയും ഡെവലപ്ഡ് കൺട്രി ആയത് എന്തുകൊണ്ടാണ്? അവിടെ ഈ വെട്ടിപ്പും തട്ടിപ്പും ഒന്നുമില്ല. അതുകൊണ്ടാണ് ആ കൺട്രിയെല്ലാം ഡെവലപ്ഡ് കൺട്രി, നമ്മുടെ രാജ്യം ഡെവലപ്പിംഗ് കൺട്രിയിൽ നിൽക്കുന്നത്. നമ്മുടെ രാജ്യം നന്നാവണമെങ്കിൽ ഇവിടെ ഭരിക്കുന്നവർ നന്നാവണം. ഇവിടെ ഭരിക്കുന്നവർ സ്വന്തം കീശ വീർപ്പിക്കുന്നതിന് പകരം ഈ നാടിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക, ഈ നാടിന് വേണ്ടിയിട്ട് ചെയ്യും. ഈ നാട് ഡെവലപ്പായ നിങ്ങളും ഡെവലപ്പാവും, നിങ്ങളും നന്നാവും. ആ ഒരു ബോധത്തോടെ ചിന്തിക്കും. അല്ലാണ്ട് സ്വന്തം പോക്കറ്റ് മാത്രം വീർപ്പിച്ച് വെച്ചും കൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ അവിടെ ഇരിക്കുക. ഉള്ള കാര്യം പറയാമല്ലോ, പൊന്നളിയന്മാരെ കഷ്ടം തന്നെ. ഭരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാറ് തുപ്പാൻ തോന്നും. ഇതിലെ നിയമനങ്ങൾ മാത്രമല്ല, കോർപ്പറേഷനിലെ താൽക്കാലിക നിയമനങ്ങളെല്ലാം നിയമവിരുദ്ധമായാണ് എന്നുള്ള ആരോപണമുണ്ട്. ഈ നിയമനങ്ങളെക്കുറിച്ചുള്ള അന്വേഷണം ഒരുപക്ഷെ വിജിലൻസ് കേസിലെ പ്രതിയാക്കി ആര്യയെ മാറ്റിയെന്ന് വരാം. കോർപ്പറേഷൻ ആരംഭിക്കുന്ന അന്വേഷണം ഭരണമാറ്റത്തിലൂടെ സർക്കാരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും പുതിയതായി UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ അവർക്ക് അവഗണിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുകയും ചെയ്താൽ ഏറ്റവും പ്രായം കുറഞ്ഞ അഴിമതി കേസിലെ പ്രതി എന്ന നിലയിൽ ഒരുപക്ഷെ ആര്യ രാജേന്ദ്രൻ മാറിയേക്കാം. കോവിഡ് കാരണം ആറ്റുകാൽ പൊങ്കാല നടക്കാതിരുന്നപ്പോൾ പോലും ശുചീകരണത്തിന്റെ പേരിൽ പണം എഴുതിയെടുത്തത് മാത്രമല്ല, കോർപ്പറേഷൻ ഓഫീസ് വളപ്പിലും തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് സമീപവും പാർക്കിംഗ് സ്റ്റേഷനുകൾ പണിതതിലും അഴിമതിയും തട്ടിപ്പുമുണ്ട് എന്ന ആരോപണമുണ്ട്. കോർപ്പറേഷനിൽ കുടിവെള്ള വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചതടക്കം അനേകം അഴിമതികൾക്ക് ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുത്തു എന്ന ആരോപണം നേരത്തെ മുതൽ അന്തരീക്ഷത്തിലുണ്ട്. ഇത്തരം എല്ലാ ആരോപണങ്ങളെക്കുറിച്ചും അന്വേഷിക്കാൻ പുതിയ മേയർ ഉത്തരവിട്ടിരിക്കുകയാണ്. കോർപ്പറേഷന്റെ അധികാര പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനും അല്ലെങ്കിൽ വിജിലൻസിന് പരാതി കൊടുത്ത് പോലീസിന് പരാതി കൊടുത്ത് അന്വേഷണം നടത്താനുമാണ് തീരുമാനം. നല്ല തീരുമാനം. അതുപോലെ ഈ ആരോപണങ്ങളെല്ലാം സത്യമായി കഴിഞ്ഞാൽ ആര്യ രാജേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി ട്രിവാൻഡ്രം മൊത്തം തൂത്തുവാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ആരോപണങ്ങൾ സത്യമായാൽ അറിയില്ല. ഓക്കെ, നല്ല നല്ല ആരോപണങ്ങളാണ് തനിക്കെതിരെ വന്നിട്ടുള്ളത്. എന്ത് കാര്യം, എത്ര പണം ഉണ്ടാക്കിയിട്ട് ഇനി എന്ത് കാര്യം? ചീത്തപ്പേര് തല്ലേ, അഴിമതി വീരത്തി എന്നുള്ള പേരല്ലേ കിട്ടുന്നത്. അതുകൊണ്ട് ജീവിക്കുമ്പോൾ കുറച്ച് അന്തസ്സായിട്ട് എല്ലാവരും ജീവിക്കുക. എല്ലാ മനുഷ്യരും അങ്ങനെയാണ് ജീവിക്കുക. ഞാൻ ഇനി വേറൊരു പോസ്റ്റ് കൊടുക്കാം. ഓരോ ഫയലുകളും ഓരോ ജീവിതമാണ്, ജീവനാണ്. ഫയലുകൾക്ക് ജീവനുള്ളത് കൊണ്ട് അപ്പിയിടാൻ മുട്ടും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ കക്കൂസിൽ സൂക്ഷിച്ചത്. നഗരസഭയുടെ അനുബന്ധ ഫയലുകൾ സൂക്ഷിക്കുന്നത് കക്കൂസിനകത്ത്. കണ്ടു നോക്കിയാലോ, കാണാം. ഷെൽഫ് അടക്കമുള്ള സാധനങ്ങൾ, അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഈ മുറിക്കകത്താണ്. ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് നമ്മൾ നേരെ കയറുന്നത് MLAയുടെ ഓഫീസിലേക്കാണ്. ഈ ഡോർ വഴിയാണ് അകത്തേക്ക് എത്തേണ്ടത്. ഇത് റിസപ്ഷൻ സൗകര്യമാണ്. അതിനുശേഷമാണ് ആ കാണുന്ന ചെറിയ മുറിയിലാണ് ഇപ്പോൾ കൗൺസിലർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിലൊരു സ്ഥലപരിമിതി മാത്രമല്ല, ഈ ഒരു രേഖകളടക്കം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന മുറി എന്ന് പറയുന്നത് ബാത്റൂം പോലെയുള്ള ഒരു മുറിയാണെന്നാണ് ഇപ്പോൾ കൗൺസിലറൊക്കെ പരാതിപ്പെട്ടുള്ളത്. ഇതൊരു ഒരു മുറി എന്ന രീതിയിൽ വേണമെങ്കിൽ പരിഗണിക്കാം. ഒരു മുറി പാർട്ടീഷൻ ചെയ്തുകൊണ്ട് 2 ഓഫീസുകൾ പ്രവർത്തിക്കുന്നു. ആ ഒരു പ്രവർത്തന രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ശ്രീലേഖ IPS പ്രതികരിച്ചത്. ഇപ്പം നമുക്ക് ഈ ദൃശ്യങ്ങളടക്കം കാണുന്ന ഈ ഒരു മുറിയാണ് മുൻ കൗൺസിലറടക്കം ഉപയോഗിച്ചിരുന്നത്. വളരെ ചെറിയൊരു സൗകര്യം മാത്രമേ ഉള്ളൂ. അത് അഭ്യർത്ഥന നടത്തുന്നു. ഒപ്പം ഈ ഒരു മുറിയുടെ അത്ര തന്നെ വലുപ്പമുള്ള മറ്റൊരു മുറി, അതാണ് ഈ ഒരു ബാത്റൂം എന്ന രീതിയിൽ നമ്മോട് നേരത്തെ പ്രതികരിച്ച കൗൺസിലർ പറഞ്ഞത്. അതിനകത്ത് കാണാനൊക്കെ ഈ ഒരു ഷെൽഫ് അടക്കമുള്ള സാധനങ്ങൾ, അതായത് നഗരസഭയുമായി ബന്ധപ്പെട്ട ഫയലുകളടക്കം സൂക്ഷിച്ചിരിക്കുന്ന ഈ മുറിക്കകത്താണ്. മുൻപുള്ള കൗൺസിലർ, അതായത് അവരുടെ ഒരു അതെ, ക്ലോസറ്റിന്റെ പുറത്തും ക്ലോസറ്റിന്റെ സൈഡിലൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഫയലുകൾക്ക് അപ്പിയിടാൻ മുട്ടും. അങ്ങനെ ഫയലുകൾ എന്ത് ചെയ്യും? ചാടിക്കയറി ക്ലോസറ്റിൽ കയറി അപ്പിയിട്ടിട്ട് ചാടിക്കയറി സൈഡിൽ ഇരിക്കും, വീണ്ടും മുട്ടും കയറിയിരിക്കും. നല്ലതാ. എന്തോന്നടേ ഇവിടെ നടക്കുന്നത്? ചിരിക്കാണ്ട് എന്നാ പറയാനാ? ഓരോ ആൾക്കാരുടെ ജീവിതവും ജീവനുമാണ് നിങ്ങൾ കക്കൂതി കൊണ്ടിട്ടിരിക്കുന്നത് അല്ലേ? എന്തോന്ന് പറയാൻ? നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞെന്നായിപ്പോ. പറ, നിങ്ങൾ പറ. അതുകൊണ്ട് രീതി എന്ന് പറയുന്നത് ഓഫീസ് മുറി അധികം ഉപയോഗിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു ബുദ്ധിമുട്ടായി ഉടലെടുത്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. മുൻ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥയായ ശ്രീലേഖ IPSന് ഈ ഒരു മുറി ഉപയോഗിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബാത്റൂം സൗകര്യമില്ല. ഇവിടെ തുടരുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പ്രവർത്തനത്തെ അത് ബാധിക്കുമെന്നൊക്കെയാണ് ഈ ഒരു ശ്രീലേഖയുടെ ആവശ്യത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. നിലവിൽ ഇനി ഒരു അഭ്യർത്ഥന മാത്രം എന്ന രീതിയിലാണ് ഇപ്പോൾ കൗൺസിലറടക്കം പ്രതികരിച്ചത്. ഫോൺ വഴി ആവശ്യപ്പെട്ടു. അതായത് കൂടുതൽ ഇനി മാർച്ച് വരെ സമയമുണ്ട്. ഈ ഒരു കരാറിലടക്കം മാർച്ച് വരെ സമയമുണ്ടെങ്കിൽ പോലും അതൊരു അഭ്യർത്ഥന, അതായത് ന്യായമായ സൗഹൃദപരമായ ഒരു അഭ്യർത്ഥന എന്നാണ് പ്രതികരിച്ചത്. കാണുമ്പോ ചിരി വരണ്ടേ ഇവിടത്തെ അവസ്ഥ. പക്ഷെ ഫണ്ടുകളെല്ലാം കറക്റ്റായിട്ട് അവിടെ പുരോഗമനം, ഇവിടെ പുരോഗമനം, മറ്റേ പുരോഗമനം എന്നൊക്കെ പറഞ്ഞിറങ്ങുന്നുണ്ട്. എന്തിന്? ആറ്റുകാൽ പൊങ്കാല ഇല്ലായിരുന്നു. കൊറോണ ആയതുകൊണ്ട് എല്ലാവരും വീടുകളിൽ പൊങ്കാല ഇട്ടപ്പം ശുചീകരണത്തിന് വേണ്ടിയിട്ട് 3,57,800 രൂപ ലോറി 21
ടിപ്പർ ലോറിക്ക് വേണ്ടിയിട്ട്. ലോറിയും വന്നില്ല, ഫണ്ട് പോയി. ഫണ്ട് ക്രെഡിറ്റ് ആവേണ്ട സ്ഥലത്തോട്ട്. ബാക്കി ഇനി നമ്മുടെ ഇപ്പോഴത്തെ മേയർ രാജേഷ് എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് കേട്ടോ. അത് മാധ്യമങ്ങളുടെ നിലപാടാണ്. പാർട്ടി കൃത്യ പ്രോസസ്സിലൂടെയാണ് ചെയ്തിട്ടുള്ളത്. ഈ 2020 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തിരുവനന്തപുരം കോർപ്പറേഷൻ CPMന്റെ കയ്യിൽ, LDFന്റെ കയ്യിലാണ്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും 2020 തിരുവനന്തപുരം കോർപ്പറേഷൻ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം സമരങ്ങളായിരുന്നു. ഒട്ടേറെ വിഷയങ്ങൾ പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്. രാപ്പകലില്ലാതെ സമരം നടത്തിയിട്ടുണ്ട്, ആളുകളെ അറിയിച്ചിട്ടുണ്ട്. അതിൽ താങ്കൾക്കൊക്കെ പങ്കുണ്ട്, നിങ്ങളൊക്കെ എപ്പോഴും കോർപ്പറേഷനിലുണ്ട്, ഈ സമരങ്ങളിലുണ്ട്. അന്ന് കൗൺസിലിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന കൗൺസിലിൻ്റെ കാലത്ത് പുറത്തു വന്ന പല അഴിമതികളുണ്ട്. അതിനെതിരെ ശക്തമായ പ്രതിഷേധ സമരങ്ങളാണല്ലോ അന്ന് നടത്തിയത്. അന്നത്തെ പ്രതിപക്ഷമായ BJP നടത്തിയ ആ സമരങ്ങൾ, അതുപോലെ തന്നെ ആ നിയമത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, അത് എങ്ങനെയായിരിക്കും? ആ അഴിമതി കേസുകളുള്ള നിലപാട് അത് എങ്ങനെയാണ്? എങ്ങനെയാണത്? ഇനി എന്ത് നിലപാട്? അഴിമതി തന്നെ, അതിലൊരു വേറെ നിലപാടൊന്നുമില്ല. അഴിമതി കാണിക്കുന്ന ഊളകളെ തൂക്കി എല്ലാത്തിനെയും പൂട്ടിക്കെട്ടണം. ബിനാമി പേരിലുള്ള സാധനങ്ങളെല്ലാം പൂട്ടിക്കെട്ടണം. അഴിമതി ഈ അഴിമതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടല്ലടേ. ഒരു 50 തലമുറയും അതിന്റെ അപ്പുറം ജീവിക്കാനുണ്ടെങ്കിൽ അത് മാക്സിമം ഇങ്ങനെ കോടികൾ വെട്ടി കൂട്ടിക്കൊണ്ടിരിക്കും. എന്തിനെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പം നമുക്കൊക്കെ ആവശ്യത്തിന് നമ്മൾ കുറെ സേവിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ലൈഫ് ഒന്ന് സെറ്റിലാക്കാൻ വേണ്ടിയിട്ടോ നല്ലതാണ് എന്ന് വെച്ചിട്ട് കണക്കില്ലാതെ ഇങ്ങനെ കൂട്ടി എന്ത് കീരത്തുണ്ടാക്കാനാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എൻ്റെ ഒരു തോട്ട് പറഞ്ഞതാണ് കേട്ടോ, സീരിയസ്ലി. 2 തരത്തിലെ മറുപടി പറയാമായ, ഞങ്ങൾ ഭരണത്തിൽ അധികാരത്തിലേറ്റതിന് ശേഷം ഒരു കാര്യത്തിലും അഴിമതി ചെയ്യുകയുമില്ല, അഴിമതി ചെയ്യാൻ അനുവദിക്കുകയുമില്ല എന്നുള്ളത് അടിവരയിട്ട് ഞാൻ പറയുന്നു. അഴിമതി ചെയ്യുന്നവരെ ഏതൊക്കെ തരത്തിലാണ് ശക്തമായിട്ട് നിയമ നടപടികളിലൂടെ നേരിടാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഉദ്യോഗസ്ഥരാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, കരാറുകാരാണെങ്കിൽ കരാറുകാരായിക്കോട്ടെ, കൃത്യമായിട്ട് ഏതൊക്കെ തരത്തിൽ നിയമപരമായി നേരിടാൻ സാധിക്കുമോ അത്തരത്തിൽ നിയമപരമായി നേരിടും. അതിൽ യാതൊരു സംശയവും വേണ്ട. അല്ല, അന്നത്തെ അഴിമതി എന്ന് പറയുമ്പോൾ എടുത്തു പറയാവുന്ന പലതും ഉണ്ടായിരിക്കും അല്ലേ താങ്കൾ? തീർച്ചയായിട്ടും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു അഴിമതിയും ഒരു അരാജകത്വവും ഒരു നാട്ടിൽ നടക്കുമ്പോഴേക്കും പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കാതിരിക്കുന്നത് തന്നെ ജനവഞ്ചനയാണ്. അപ്പോൾ ഞങ്ങൾ പ്രതികരിക്കേണ്ടവരുടെ ഭാഗത്തായിരുന്നു. ഞങ്ങളൊരു തിരുത്തൽ ശക്തിയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കൃത്യമായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിപക്ഷത്തിന് അനന്തമായ സാധ്യതകൾ ഈ അഴിമതിക്കെതിരെയുള്ള പോരാടാനുള്ളപ്പോൾ തന്നെ ഞങ്ങൾക്ക് കൂടെ പരിമിതികളുണ്ട്. കാര്യം ഞങ്ങൾക്ക് അതിൻ്റെ മെഷീനറി ഉപയോഗിക്കാൻ സാധിക്കില്ല. ഒരു പരിധി വരെ ഞങ്ങൾ പോകാൻ സാധിക്കുള്ളൂ. ആ പരിധി പരമാവധി ആ പരിധിയിൽ ഞങ്ങൾ എത്തിയിട്ടുണ്ട്. പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ കൊള്ളാം, എല്ലാം ചെയ്യട്ടെ. ഇനിയെങ്കിലും നല്ല ഭരണങ്ങളിൽ നല്ല മനുഷ്യത്വമുള്ള ആൾക്കാർ ഭരണത്തിൽ വരട്ടെ. അതേ എനിക്ക് പറയാനുള്ളൂ. നമുക്കിത് ഒരിക്കലും കൺഫേം ആക്കി വന്ന് സെറ്റായി എന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് നോക്കാം. കൂടുതൽ പ്രതീക്ഷ എടുത്ത് നെഞ്ചത്തൊട്ട് വയ്ക്കാണ്ടിരിക്കുക. പാവങ്ങളെന്നും പാവങ്ങൾ തന്നെ. അവർക്കൊരു ഉയർച്ചയെന്ന് പറയുന്നത് ജീവിതത്തിൽ കഷ്ടമാണ്. കാരണം ദരിദ്രനെന്നും ദരിദ്രനായിട്ട് തന്നെ ഇങ്ങനെ കട്ടാക്കുക. നമുക്ക് അധികാരങ്ങൾ കിട്ടിയാൽ അവർക്ക് വേണ്ടിയിട്ടൊന്നും ഒരു തേങ്ങയും ചെയ്യാൻ പോകുന്നില്ല. അതുപോട്ട് ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ പറഞ്ഞ് ഇവിടെ നന്നാകാൻ പോകുന്നു. ഇവിടെ ഇത് തന്നെ, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം. ഇനി വേറൊരു ന്യൂസ് കൊടുക്കാം കേട്ടോ. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തെ സഖാക്കളെല്ലാം കൂട്ടത്തോടെ കുത്തിയിരുന്ന് ആര്യ രാജേന്ദ്രനെ സ്മരിക്കുകയാണിപ്പോൾ. ഇതുവരെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയിരുന്ന കോർപ്പറേഷൻ കൊണ്ടുപോയി തുലച്ചവള് കാരണം പണി ഓരോന്നായി മേടിച്ചു കൂട്ടുകയാണല്ലോ എന്ന് സഖാക്കൾ കരയുന്നു. പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് കൗൺസിലർ R. ശ്രീലേഖ ഉത്തരവിട്ടതിന്റെ നാണക്കേടിലാണ് CPM ഇപ്പോൾ. പ്രശാന്ത് ശ്രീലേഖ പോര് മുറുകുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രോൾ ആകുന്നത് ആര്യ രാജേന്ദ്രനുമാണ്. BJPയുടെ ഐശ്വര്യം, തലസ്ഥാനത്തെ സഖാക്കളുടെ അന്തക ആര്യ രാജേന്ദ്രന് നല്ല നമസ്കാരമെന്നാണ് ട്രോളുകൾ. ചില ഗ്രൂപ്പുകളിൽ നിറയുന്ന ട്രോൾ, മുൻ മേയർ ബ്രോയോട് ആര്യ എന്നാ പിന്നെ ആ MLA ഓഫീസ് അങ്ങ് ഒഴിഞ്ഞു കൊടുത്തേക്ക് കേട്ടോ, മിണ്ടിപ്പോകരുത്, നീ ഒറ്റ ഒരുത്തിയായി ഈ ഗതികേടിലേക്ക് കൊണ്ടെത്തിച്ചത് എന്ന തരത്തിലേക്കും ട്രോളുകൾ വരുന്നുണ്ട്. ഇനി എന്നാണോ അവന്മാർ AKG സെന്ററും കൊണ്ടുപോകുന്നത് എന്ന് ആര്യയെ വലിയ രീതിയിൽ സൈബർ ഇടത്തിൽ ട്രോളി കൊല്ലുകയാണ് എല്ലാവരും കൂടി. എന്നാൽ ട്രോളന്മാരുടെ തെറിവിളിയേക്കാൾ ആര്യ രാജേന്ദ്രനെ പൊള്ളിക്കുന്നത് CPM സൈബർ ഗ്രൂപ്പുകളിൽ നിന്ന് വരുന്ന വിമർശനവും പുളിച്ച തെറിവിളിയുമാണ്. കോർപ്പറേഷൻ കൊണ്ടുപോയി BJPക്ക് കൊടുത്തത് ആര്യ രാജേന്ദ്രന്റെ പിടിപ്പുകേടാണ്. ഇപ്പോൾ പ്രശാന്ത് MLA ഓഫീസ് ഒഴിയണമെന്ന് ശ്രീലേഖ പറഞ്ഞതിന്റെ കാരണക്കാരിയും ആര്യ തന്നെയാണ്.
ഇനി 5 വർഷം BJPയുടെ ഈ അഹങ്കാരം കാണണമെന്നും എല്ലാം വരുത്തിവെച്ചത് ആരെയാണെന്നും സൈബർ കമ്മികൾ കലിയിളകുകയാണ്. നമുക്കറിയാം ഇവിടെ BJP ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും നല്ലത് ചെയ്താൽ ഞാൻ നല്ലതെന്ന് പറയും. എനിക്കല്ലാണ്ട് ഇവിടെ പാർട്ടിയിലൊന്നും തേങ്ങയില്ല. നല്ല ഇതാ നല്ലതെന്ന് പറയും. ഇവിടെ ഇപ്പം കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ആര്യ രാജേന്ദ്രൻ ഇരുന്നിട്ട് എന്നാ ഗിരവത്തുണ്ടാക്കി? വെട്ടിപ്പും തട്ടിപ്പും എന്നാണ് ഇപ്പോൾ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ കാണിച്ചു കൂട്ടിയതും യദു എന്ന് പറയുന്ന ബസ് ഡ്രൈവറോട് കാണിച്ചതും ഒക്കെ കണ്ടല്ലോ. അതുകൊണ്ട് കണക്ക്. ഇനിയെങ്കിലും നല്ലൊരാൾ ഭരിക്കട്ടെ, നോക്കാം. നമുക്ക് എല്ലാവർക്കും അവസരം കൊടുക്കണമല്ലോ, നോക്കാം. നല്ല ഭരണം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രതിഷേധം വോട്ടുകളിലൂടെ എപ്പോഴും പ്രതിഷേധിക്കണമെന്നേ ഞാൻ പറയത്തുള്ളൂ. സച്ചിൻ ദേവ്, ആര്യ രാജേന്ദ്രന്റെ ഹസ്ബൻഡ്, ആ വ്യക്തി ഈ വരുന്ന ഇലക്ഷനിൽ നല്ല മറുപടി നിങ്ങൾ ജനങ്ങൾ കൊടുക്കണം. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇതുപോലുള്ളവന്മാരൊക്കെ വീണ്ടും എല്ലാവരുടെയും ജയിപ്പിച്ച് വിടാതിരിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ആ ഒരു തോട്ടുകളും ഉറപ്പായിട്ട് കമന്റ് രൂപത്തിൽ താഴെ കമന്റ് ചെയ്യുക. ബൈ.